മിസ്റ്റർ സാൾട്ടൺ നേരത്തെ എഴുന്നേൽക്കുകയും പ്രഭാത സവാരി നടത്തുകയും ചെയ്യുന്ന ആളാണ്. തൊട്ടടുത്ത ദിവസം പ്രഭാതത്തിലും അയാൾ വളരെ നേരത്തെ തന്നെ ഉണർന്നു. കപ്പലിലെ എഞ്ചിനുകളുടെ കർണഘടോരമായ ശബ്ദകോലാഹലത്തെ അതിജീവിക്കാൻ ഉറക്കത്തിനാവില്ലല്ലോ. അയാൾ പുലർച്ചെ കണ്ണു തുറന്ന് ബെർത്തിലേക്ക് നോക്കുമ്പോൾ ആദം തന്നെയും നോക്കി കിടക്കുന്നതാണ് കണ്ടത്. തൻ്റെ കൊച്ചുമകൻ കിടക്കാനായി സോഫാ സെറ്റി എനിക്ക് നൽകുകയും അവൻ സ്വയം താഴത്തെ ബെർത്ത് തിരഞ്ഞെടുക്കുകയുമായിരുന്നു. ചിട്ടയായ ദിനചര്യ കൊണ്ട് നല്ല ആരോഗ്യത്തിനുടമയായിരുന്നു ആ വൃദ്ധനെങ്കിലും തലേ ദിവസം പകലത്തെ ദീർഘയാത്രയും തുടർന്ന് കൊച്ചുമകനുമായി നടത്തിയ ദീർഘസംഭാഷണങ്ങളും അയാളെ തളർത്തിക്കളഞ്ഞിരുന്നു. പുലർച്ചെ തന്നെ ഉണർന്നെങ്കിലും ആ സോഫയിൽ തന്നെ കിടന്ന് വിശ്രമിക്കാനാണ് അയാൾ ശ്രമിച്ചത്. ശരീരത്തിന് ക്ഷീണമുണ്ടായിരുന്നെങ്കിലും അയാളുടെ മനസ്സ് അയാൾക്ക് തികച്ചും അപരിചിതമായ ആ ചുറ്റുപാടിനെ അതിജീവിക്കാൻ മാത്രം കരുത്തുറ്റതായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ സന്തോഷവാനുമായിരുന്നു. ആദമാകട്ടെ തൻ്റെ മുൻഗാമികളായ മനുഷ്യരുടെ ജീവിത രീതി എന്ന പോലെ തന്നെ അതിരാവിലെ എഴുന്നേൽക്കുകയും പ്രഭാതകൃത്യങ്ങളൊക്കെ നിർവഹിക്കുകയും ഇന്നേ ദിവസം തനിക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ജീവിതാനുഭവങ്ങളിലേക്ക് തൻ്റെ പ്രായം ചെന്ന പങ്കാളിയുമൊത്ത് പ്രവേശിക്കാനും തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഏകദേശം ഒരേ സ്വഭാവത്തിനുടമകളാണെന്ന് ഇരുവർക്കും ബോധ്യപ്പെടുകയും വർദ്ധിച്ച ആവേശത്തോടെ ഒന്നിച്ചു തന്നെ രണ്ടാളും യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു. തലേ ദിവസം തന്നെ കപ്പലിലെ പാചകക്കാരനോട് അതിരാവിലെ ഭക്ഷണം വേണമെന്ന് നിർദ്ദേശിച്ചിരുന്നതിനാൽ പ്രഭാത ഭക്ഷണവും റെഡിയായിരുന്നു. ഭക്ഷണവും കഴിച്ചവർ രണ്ടാളും കപ്പലിൽ നിന്നും ഇറങ്ങി തങ്ങളെയും കാത്തുകിടക്കുന്ന കുതിരവണ്ടി ലക്ഷ്യമാക്കി കടൽ തീരത്തുകൂടി നടക്കാൻ തുടങ്ങി. ഡോക്കിയാർഡിൻ്റെ മുകളിൽ നിന്നിരുന്ന സാൾട്ടൻ്റെ എസ്റ്റേറ്റ് സൂക്ഷിപ്പുകാരൻ അവർ നടന്നു വരുന്നത് കാണുകയും അയാൾ നേരെ അങ്ങോട്ട് ചെന്ന് അവരെ പുറത്തെ തെരുവിൽ കാത്തുകിടക്കുന്ന കുതിരവണ്ടിയുടെ അടുത്തേക്ക് നയിക്കുകയും ചെയ്തു. നടക്കുന്നതിനിടയിലും സാൾട്ടൻ തൻ്റെ കുതിരകളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കൊച്ചുമകനോട് അഭിമാനത്തോടെ പറയുന്നുണ്ടായിരുന്നു. ഓരോ യാത്രയിലും ഈ കുതിരവണ്ടികളും കുതിരകളും തനിക്ക് എത്രമാത്രം ഉപകാരപ്രദമാണെന്ന് സൂചിപ്പിക്കാനും അയാൾ മറന്നില്ല. നല്ല ഗാംഭീര്യമുള്ള 4 കുതിരകൾ, 2 വീതം വണ്ടിയുടെ ഓരോ വശത്തും കെട്ടും. ഓരോ ജോഡിക്കും കുതിരക്കാരനുമുണ്ട്. നോക്കൂ കുഞ്ഞെ, വൃദ്ധൻ അഭിമാനത്തോടെ തുടർന്നു. യാത്ര കുലീനവും സുഖകരവുമാക്കുന്നതിനായി എന്തെല്ലാം ഒരുക്കങ്ങളാണ് അതിൽ സജ്ജമാക്കിയിട്ടുള്ളതെന്നോ. നല്ല വേഗത, അകത്ത് പരിപൂർണമായ നിശബ്ദതയും. പുറത്തുനിന്നുള്ള യാതൊരു ശബ്ദവും അകത്തേക്ക് പ്രവേശിക്കില്ല. മറിച്ചും അങ്ങനെ തന്നെ. നാം സംസാരിക്കുന്നത് ആർക്കും കേൾക്കാനാവില്ല. എന്നാൽ അകത്തെ യാത്രക്കാർക്ക് പുറത്തുള്ള കാഴ്ചകൾ യഥേഷ്ടം കാണുന്നതിന് യാതൊരു തടസ്സവുമില്ല. പ്രകൃതിയെ ആസ്വദിച്ചും അറിഞ്ഞും യാത്ര ചെയ്യാം. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടുകാലം ഞാൻ യാത്രകൾക്കായി ഈ വണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിനേക്കാൾ മികച്ചതായി മറ്റൊന്നും തന്നെ എനിക്ക് തോന്നിയിട്ടില്ല. നിനക്കത് താമസിയാതെ തന്നെ ബോധ്യമാവുകയും ചെയ്യും. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ നമ്മൾ യാത്ര ചെയ്യുന്നത് ഇംഗ്ലണ്ടിൻ്റെ ഹൃദയഭൂമിയിലൂടെയാണ്. സാലിസ്ബറി, ബാത്ത്, ബ്രിസ്റ്റോൾ, ചെൽട്ടൻഹാം, വോർസെസ്റ്റർ, സ്റ്റഫോർഡ് എന്നീ പ്രദേശങ്ങളിലൂടെ കടന്നു വേണം നമുക്ക് വീട്ടിലേക്കെത്താൻ. ഈ സമയമൊക്കെയും ആദം നിശബ്ദനായിരുന്നു. അയാളുടെ കണ്ണുകൾ പുറത്തെ മനോഹരമായ പ്രകൃതിയിലേക്ക് ആണ്ടിറങ്ങി. അയാൾ 4 പാടും നോക്കി അതെല്ലാം ആസ്വദിച്ചുകൊണ്ടിരുന്നു. മുത്തച്ഛ, ഒന്ന് ചോദിച്ചോട്ടെ, കഴിഞ്ഞ രാത്രിയിൽ എന്നോട് പറയാമെന്ന് പറഞ്ഞ കഥകൾക്കും ഈ യാത്രയിൽ തിരഞ്ഞെടുത്ത വഴിക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആദം ചോദിച്ചു. പ്രത്യക്ഷത്തിൽ നേരിട്ട് ബന്ധമൊന്നുമില്ല, എന്നാൽ പരോക്ഷമായിട്ടുണ്ട് താനും. എങ്കിൽ അതെല്ലാം ഇപ്പോൾ തന്നെ എന്നോട് പറയില്ലേ? നമ്മുടെ സംഭാഷണം മറ്റാരും കേൾക്കത്തില്ല എന്ന് എനിക്കുറപ്പുണ്ട്. ഇനി പോകുന്ന വഴിക്ക് അസാധാരണമായി എന്തെങ്കിലും കണ്ടാൽ ഞാൻ അതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊള്ളാം. ഞാൻ എല്ലാം മനസ്സിലാക്കിക്കൊള്ളാം, ആദം പറഞ്ഞു. വൃദ്ധൻ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കഥ പറഞ്ഞു തുടങ്ങി. മോനെ ആദം, തുടക്കം മുതൽ തന്നെ എല്ലാം ഞാൻ പറഞ്ഞു തുടങ്ങാം. ബ്രിട്ടനിലെ റോമൻ ജനതയെന്ന പേരിൽ നീ നടത്തിയ ഒരു പ്രഭാഷണത്തിൻ്റെ പത്രക്കട്ടിങ്ങുകൾ നീ എനിക്ക് അയച്ചു തന്നത് ഓർമ്മയില്ലേ? അതെന്നെ ചിന്തിപ്പിച്ചു. നിന്റെ അഭിരുചികൾ എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതും അങ്ങനെയാണ്. ചരിത്ര ഗവേഷണത്തിൽ നിനക്ക് അതിയായ താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നീ ഉടനെ ഇങ്ങോട്ട് വരണമെന്ന് കാണിച്ച് നിനക്ക് ഞാൻ കത്തെഴുതിയത്. നിനക്ക് അത്തരമൊരു താല്പര്യമുണ്ടെന്ന് ആ പത്ര റിപ്പോർട്ടുകൾ തന്നെ ഒരു തെളിവാണല്ലോ. അത്തരത്തിലൊരു ഗവേഷണത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം നിന്റെ പൂർവികരുടെ കൂടി നാടായ ഇംഗ്ലണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കി. ബ്രിട്ടനിലെ റോമാക്കാരെക്കുറിച്ച് സൗത്ത് വെയിൽസിൽ ഇരുന്നു കൊണ്ട് ഇത്രയേറെ പഠനം നടത്തിയ നിനക്ക് ആ പ്രദേശമാകട്ടെ ഇത്തരമൊരു ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുക കൂടി ചെയ്തിട്ടില്ലാത്ത സ്ഥിതിക്ക് പ്രത്യേകിച്ചും എന്തുകൊണ്ടും അത്തരമൊരു പഠനം നടത്താൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഇംഗ്ലണ്ട് തന്നെയെന്ന് ഞാൻ പ്രത്യേകിച്ച് നിന്നോട് പറയേണ്ടതില്ലല്ലോ. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് പുരാതന സാമ്രാജ്യമായിരുന്ന മേർസ്യ എന്ന പ്രദേശത്തിൻ്റെ ഹൃദയത്തിലൂടെയാണ്. ഇന്ന് നാം കാണുന്ന ബ്രിട്ടനെ വാർത്തെടുത്ത വിവിധ ദേശീയതകളുടെ ഒരു സംഗമ ഭൂമിയാണിവിടം. എങ്കിലും എൻ്റെ മുത്തച്ഛ, അങ്ങ് എന്നെ ഇത്രയും തിരക്കിട്ട് ഇവിടേക്ക് വരാൻ പ്രേരിപ്പിച്ചതിന് പിന്നിൽ
മറ്റെന്തെങ്കിലും വ്യക്തിപരമായ താല്പര്യങ്ങൾക്കുള്ളിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചരിത്രമാണ് മുഖ്യ വിഷയമെങ്കിൽ അതിന് സാവകാശമാകാമായിരുന്നു. നീ പറഞ്ഞത് തീർത്തും ശരിയാണ് കുട്ടി. എൻ്റെ ഉള്ളിൽ അതിന് തക്കതായ ഒരു കാരണമുണ്ടെന്ന് കൂട്ടിക്കോളൂ. നീ അത് ബുദ്ധിപരമായി തന്നെ ഊഹിച്ചെടുത്തിരിക്കുന്നു. നമ്മുടെ പ്രാദേശിക ചരിത്രത്തിൽ ഒരു സുപ്രധാന അധ്യായം തുടങ്ങുന്ന ഈ ഘട്ടത്തിൽ നിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. മുത്തച്ഛ, എന്താണതെന്ന് വ്യക്തമായി പറയുമോ? തീർച്ചയായും പറയാം. ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ഭൂവുടമ ഉടനെ തന്നെ തൻ്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരികെ എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ വരവ് നാട്ടുകാർ വലിയ ഉത്സവമേളമായിട്ടാണ് ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നത്. നീയും അതിൽ പങ്കെടുക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ജന്മി കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും ചെറിയ ഇടവേളകളിൽ മാത്രം അവരിൽ ആരെങ്കിലും ഇങ്ങോട്ട് വന്നു പോയതൊഴിച്ചാൽ കഴിഞ്ഞ 1 നൂറ്റാണ്ടുകാലമായി വിദേശത്താണ് താമസം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അതിന് കാരണം എന്താണ്? ഞങ്ങളുടെ ഈ ചെറിയ നാട്ടുപ്രദേശത്തെ ഏറ്റവും വലിയ പ്രഭു കുടുംബമായിരുന്നു കാസ്ട്രാ റെഗിസ്. ഈ പ്രദേശത്തെ മിക്ക ഭൂമിയും ഈ കുടുംബത്തിൻ്റെ കയ്യിലാണ്. കാസ്വാൾ എന്ന പേരിൽ പ്രശസ്തമായിരുന്ന പ്രഭുക്കളുടെ ആസ്ഥാന കൊട്ടാരം കൂടിയാണ് കാസ്ട്രാ റെഗിസ്. ഈ കൊട്ടാരത്തിൽ അവസാനമായി താമസിച്ചിരുന്നത് ഇപ്പോൾ ഇങ്ങോട്ട് താമസിക്കാനായി വരാൻ തയ്യാറെടുക്കുന്ന പ്രഭുവിൻ്റെ മുത്തച്ഛനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എഡ്ഗാർ കാസ്വാൾ എന്നാണ്. തുടർച്ചയായി കുറച്ചു കാലമെങ്കിലും കാസ്ട്രാ റെഗിസ് കൊട്ടാരത്തിൽ താമസിച്ചിട്ടുള്ളത് അദ്ദേഹം മാത്രമാണ്. ഈ കുടുംബത്തിലെ എല്ലാവരും പാരമ്പര്യമായി കാസ്വാൾ എന്ന സ്ഥാനപ്പേരിനൊപ്പം ക്രിസ്ത്യൻ പേരുകൂടി ചേർത്താണ് അറിയപ്പെട്ടിരുന്നത്. ഇങ്ങനെ ക്രിസ്ത്യൻ പേരിടുന്നതിൽ കലഹിച്ച എഡ്ഗാർ കാസ്വാളിൻ്റെ മുത്തച്ഛൻ കാസ്ട്രാ റെഗിസ് കൊട്ടാരം വിട്ട് വിദേശത്തേക്ക് പോവുകയും കാസ്ട്രാ കുടുംബവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പേരും എഡ്ഗാർ കാസ്വാൾ എന്ന് തന്നെയായിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ തയ്യാറെടുക്കുന്ന പ്രഭുവിൻ്റെ മുത്തച്ഛനായിരുന്ന എഡ്ഗാർ കാസ്വാൾ ഇടവേളകളിലെങ്കിലും വിദേശത്തു നിന്നും ഇവിടെ വരികയും താമസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹത്തിനൊരു മകൻ ജനിച്ചതും അവൻ വളർന്നതും മരിച്ചതും വിദേശത്ത് വെച്ച് തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു കൊച്ചുമകൻ ജനിച്ചതും ഇപ്പോൾ ഈ നിമിഷം വരെ, അതായത് 30 വയസ്സ് പ്രായം വരെ അവനും വിദേശത്ത് തന്നെയാണ് ജീവിച്ചത്. ഇപ്രകാരം 5 തലമുറക്കാലം വിസ്തൃതമായ കാസ്ട്രാ റെഗിസ് എന്ന ഭൂപ്രദേശത്തിന് അവകാശികൾ ആരും തന്നെ ഇല്ലായിരുന്നു. ഏതാണ്ട് 120 വർഷക്കാലമെന്ന് ചുരുക്കി പറയാം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും കാസ്ട്രാ റെഗിസിൽ ആർക്കും യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല. എല്ലാം ഭംഗിയായി നിർവഹിക്കപ്പെട്ടു. ഒരു കുടിയാനും തൻ്റെ ജന്മിക്കെതിരെ ഇക്കാലത്ത് പരാതികളൊന്നും ഉന്നയിച്ചിട്ടില്ല. ഇത്തരമൊരു പ്രത്യേക സാഹചര്യത്തിലാണ് കാസ്ട്രാ റെഗിസ് കൊട്ടാരത്തിൻ്റെ അവകാശിയായ എഡ്ഗാർ കാസ്വാളിൻ്റെ തിരിച്ചുവരവ് ആഘോഷിക്കാൻ ഇന്നാട്ടിലെ ജനങ്ങൾ തയ്യാറെടുക്കുന്നത്. അവർ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത യജമാനനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവർക്കെല്ലാം നല്ല ജിജ്ഞാസയും ഉത്കണ്ഠയുമുണ്ട്. ഇപ്പറഞ്ഞ ഞാൻ പോലും ആകാംക്ഷയിലാണ്. എൻ്റെ എസ്റ്റേറ്റ് കാസ്ട്രാ റെഗിസ് ഭൂപ്രദേശത്തിനും തൊട്ടടുത്ത് തന്നെയാണെന്ന് ഓർക്കണം. നമ്മൾ നിന്റെ പുതിയ ഭൂമിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നുവല്ലോ. ആ കാണുന്നതാണ് സാലിസ്ബറി കത്തീഡ്രലിൻ്റെ ഗോപുരം. അവിടം പിന്നിട്ട് കഴിഞ്ഞാൽ നാം എത്തുന്നത് റോമൻ കൗണ്ടിയിലാണ്. അവിടെ എത്തുമ്പോൾ നീ നിന്റെ കണ്ണുകളെ തുറന്നു പിടിക്കുക. നിന്റെ മനസ്സിനെ പഴയ മേർസിയ സാമ്രാജ്യത്തിലേക്ക് കൊണ്ടുപോവുക. നിനക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സർ നഥാനിയൽ ഡി സാലിസ്, അദ്ദേഹത്തിനും കാസ്ട്രാ റെഗിസ് പ്രദേശത്തിന് തൊട്ടടുത്തായി എന്നെപ്പോലെ തന്നെ ധാരാളം ഭൂപ്രദേശം സ്വന്തമായിട്ടുണ്ട്. അദ്ദേഹവും എഡ്ഗാർ കാസ്വാളിൻ്റെ തിരിച്ചുവരവിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി നമ്മോടൊപ്പം താമസിക്കാൻ എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൊട്ടാരമായ ഡൂം ടവർ ഡെർബിഷെയർ അതിർത്തിക്കടുത്തുള്ള പീക്ക് എന്ന സ്ഥലത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. നിനക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക സ്വഭാവത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. ചരിത്ര പഠനത്തിനായിട്ടാണ് അദ്ദേഹം തൻ്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, മേർസ്യൻ ആർക്കിയോളജിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. നമ്മുടെ രാജ്യത്തിൻ്റെ ഈ മേഖലയെക്കുറിച്ചുള്ള ചരിത്രത്തെക്കുറിച്ചും ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ചും മറ്റാരേക്കാളും നന്നായിട്ടറിയാവുന്നത് അദ്ദേഹത്തിനാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മൾ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അവിടെ എത്തുമെന്നാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് 3 പേർക്കും അത്താഴത്തിന് ശേഷം ദീർഘനേരം സംസാരിക്കാൻ സമയം കിട്ടും. അദ്ദേഹം ഞങ്ങളുടെ പ്രാദേശിക ജിയോളജിസ്റ്റും പ്രകൃതി ചരിത്രകാരനും കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 2 പേർക്കും ഒന്നുപോലെ താല്പര്യമുള്ള നിരവധി വിഷയങ്ങളുണ്ടാകും. ഇതിനെല്ലാം പുറമെ അദ്ദേഹം പീക്കിനെക്കുറിച്ചും അവിടെയുള്ള കിടങ്ങുകളെക്കുറിച്ചും വളരെയധികം പഠനങ്ങൾ നടത്തിയിട്ടുള്ളതിനാൽ അവിടുത്തെ ചരിത്രാതീത കാലത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് നല്ല അറിവുമുണ്ട്. അവർ രാത്രി കഴിച്ചുകൂട്ടിയത് ചെൽട്ടൻഹാമിലാണ്. പിറ്റേന്ന് പുലർച്ചെ തന്നെ സ്റ്റഫോർഡിലേക്കുള്ള യാത്ര പുനരാരംഭിച്ചു. ആദമാകട്ടെ യാത്രയിലുടനീളം തൻ്റെ കണ്ണും കാതും ഇംഗ്ലണ്ടിൻ്റെ ഗ്രാമീണ ഭംഗിയിലേക്ക് തന്നെ തുറന്നു പിടിച്ചിരുന്നതിനാൽ
തങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നതായി സാൾട്ടൻ പ്രഖ്യാപിക്കുന്നതുവരെയും അയാൾക്ക് അതിനെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നില്ല. മിസ്റ്റർ നഥാനിയൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. സൂര്യൻ പടിഞ്ഞാറ് ചക്രവാളത്തിൽ മറഞ്ഞതിന് ശേഷമാണ് അവർ സാൾട്ടൻ്റെ ഭവനമായ ലെസർ ഹില്ലിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോഴേക്കും പരിസരമൊന്നും വ്യക്തമാകാത്ത വിധം ഇരുൾ വീണു കഴിഞ്ഞിരുന്നു. അത്ര ഉയരത്തിലല്ലാത്ത ഒരു മൊട്ടക്കുന്നിൻ്റെ മുകളിലാണ് തൻ്റെ മുത്തച്ഛൻ്റെ കൊട്ടാര സദൃശ്യമായ വീടെന്ന് ആദം മനസ്സിലാക്കി. അവിടെ നിന്നുകൊണ്ട് നോക്കിയാൽ അല്പം കൂടി ഉയരത്തിലുള്ള ഒരു കുന്നിൻ്റെ നെറുകയിൽ കാസ്ട്രാറഗിസ് കൊട്ടാരവും അതിൻ്റെ ഒത്ത നടുക്കുള്ള ടവറിനു മുകളിൽ ബ്രിട്ടീഷ് പതാക പാറിക്കളിക്കുന്നതും വ്യക്തമായി കാണാനാവും. പ്രഭുവിനെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി അവിടമാകെ ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുന്നു. പ്രകാശം പതാകയിലേക്ക് പാറി വീണ് കൂടുതൽ മനോഹരമായിരിക്കുന്നു. എന്നാൽ ആദം ചിന്തിച്ചത് കൊട്ടാരത്തെക്കുറിച്ചുള്ള തൻ്റെ ജിജ്ഞാസ നാളെ പ്രഭാതത്തിലേക്ക് മാറ്റിവെക്കാമെന്നായിരുന്നു. ഈ സമയത്തു തന്നെ അയാളുടെ മുത്തച്ഛൻ വാതിൽ തുറക്കുന്നതും പ്രായം ചെന്ന ഒരു മനുഷ്യനെ ഹാർദമായി സ്വീകരിക്കുന്നതും കണ്ടു. താങ്കളുടെ ആഗ്രഹമനുസരിച്ച് ഞാൻ നേരത്തെ തന്നെ എത്തിച്ചേർന്നു. ഇത് താങ്കളുടെ കൊച്ചുമകൻ തന്നെയെന്ന് ഞാൻ ഊഹിക്കുന്നു. മിസ്റ്റർ ആദം സാൾട്ടൻ, താങ്കളെ കണ്ടുമുട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ നഥാനിയൽ ഡി സാലിസ്, തൻ്റെ മുത്തച്ഛൻ്റെ എക്കാലത്തെയും അടുത്ത സുഹൃത്താണ്. ആദമിൻ്റെയും നഥാനിയലിൻ്റെയും കണ്ണുകൾ പരസ്പരം കണ്ട ആ നിമിഷത്തിൽ തന്നെ ആദം ചിന്തിച്ചത് ഈ മനുഷ്യനുമായി തനിക്ക് എത്രയോ കാലത്തിന് മുമ്പ് തന്നെ പരിചയമുണ്ടെന്നാണ്. ആ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിൽ നിന്നും പുറത്തേക്ക് വന്ന വാക്കുകൾ ആദമിൻ്റെ ഹൃദയത്തെ കുളിരണിയിച്ചു. വളരെ പെട്ടെന്ന് തന്നെ മിസ്റ്റർ നഥാനിയലും ആദമും കൂടുതൽ അടുക്കുകയും അവർ തമ്മിലുള്ള വൈകാരികമായ ആത്മബന്ധം അവരുടെ സൗഹൃദത്തെ കൂടുതൽ അരക്കിട്ടുറപ്പിക്കുകയും ചെയ്തു. അസാധാരണ ബുദ്ധിവൈഭവത്തിൻ്റെ ഉടമയായിരുന്നു നഥാനിയൽ. തൻ്റെ ചരിത്ര പഠനവുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ മിക്ക ഭൂപ്രദേശങ്ങളിലും അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. ചില പ്രത്യേക ഭൂപ്രദേശങ്ങളെക്കുറിച്ച് അദ്ദേഹം ആഴത്തിൽ പഠനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കഴിവുകൾ അവർക്കിടയിലുള്ള ആശയവിനിമയം കൂടുതൽ എളുപ്പത്തിലാക്കി. സംഭാഷണങ്ങളിലെ നയചാതുര്യം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മികവായിരുന്നു. എത്ര മോശമായ സാഹചര്യത്തെയും തനിക്ക് അനുയോജ്യമാക്കി മാറ്റാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. യുവാവിൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്ത മതിപ്പും അതിലുപരി ആ യുവാവിന് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനുള്ള താല്പര്യവും നഥാനിയലിനെ സന്തോഷവാനാക്കി. വിവിധ വിഷയങ്ങളെക്കുറിച്ച് അവർ അന്ന് രാത്രിയിൽ നടത്തിയ സംഭാഷണങ്ങളും ഈ വിധ വിഷയങ്ങളിൽ ആദമിനുള്ള അറിവിൻ്റെ ആഴവും നഥാനിയലിനെ വല്ലാതെ സ്വാധീനിച്ചു. അക്കാര്യം അദ്ദേഹം തൊട്ടടുത്ത ദിവസം മിസ്റ്റർ റിച്ചാർഡ് സാൾട്ടനോട് പറയുകയും ചെയ്തു. തൻ്റെ കൈവശമുള്ള എല്ലാ വിജ്ഞാനവും തൻ്റെ ചിരകാലമിത്രമായ സുഹൃത്ത് കൊച്ചുമകനിലേക്ക് പകർന്നു നൽകുമെന്ന് തന്നെ സാൾട്ടൻ വിശ്വസിച്ചു. പീക്കിൽ നിന്നും ഇങ്ങോട്ടുള്ള യാത്രയിലുടനീളം കാര്യങ്ങളെ അതിൻ്റേതായ അടുക്കും ചിട്ടയോടും കൂടി കൊച്ചുമകന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു. കാര്യങ്ങളെല്ലാം ബോധ്യമാക്കുന്നതിന് ആദമിന് മുത്തച്ഛൻ്റെ മുന്നിൽ ഇരുന്നു കൊടുക്കേണ്ട ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്താഴം കഴിഞ്ഞ് ജോലിക്കാരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അവർ മൂന്നുപേരും വൈൻ കഴിക്കുന്നതിനായി ഒന്നിച്ചിരുന്നു. നഥാനിയൽ സംഭാഷണത്തിന് തുടക്കമിട്ടു. മിസ്റ്റർ ആദം, താങ്കളുടെ മുത്തച്ഛനിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം യഥാർത്ഥത്തിൽ എന്തു തന്നെ ആയിരുന്നാലും നിങ്ങൾ മുത്തച്ഛനും പേരക്കുട്ടിയും എന്ന നിലയിലാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. താങ്കളുടെ മുത്തച്ഛനും ഞാനും തമ്മിൽ കുട്ടിക്കാലം മുതലുള്ള സുഹൃത്ത് ബന്ധമാണ്. അതുകൊണ്ട് താങ്കളുടെ അനുവാദത്തോട് തന്നെ എല്ലാവിധ ആചാരമര്യാദകളെയും ലംഘിച്ചുകൊണ്ട് താങ്കളെ അദ്ദേഹം സ്വന്തം മകനായി തന്നെ കരുതി കാണാൻ ആഗ്രഹിക്കുന്നതിനാൽ ഞാനും താങ്കളെ ആദം എന്ന് തന്നെ വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിനേക്കാൾ മഹത്തരമായിട്ട് മറ്റൊന്നുമില്ലല്ലോ, ആദം പ്രതികരിച്ചു. ആദമിൻ്റെ വാക്കുകൾ ആ രണ്ട് വൃദ്ധന്മാരുടെയും അകം കുളിർപ്പിച്ചു. ഇംഗ്ലീഷുകാർ സാധാരണയായി ചെയ്യാറുള്ളതുപോലെ അവർ തങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ മാറ്റിവെച്ച് യഥാർത്ഥ വിഷയത്തിലേക്ക് തിരിച്ചു വന്നു. നഥാനിയലാണ് തുടങ്ങിവെച്ചത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആദം, താങ്കളുടെ മുത്തച്ഛൻ താങ്കളെ കാസ്വാൾ കുടുംബത്തിൻ്റെ ചരിത്രത്തിലേക്കാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു. പകുതി ശരിയാണ് സർ. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങയിൽ നിന്നും ആ കുടുംബത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ചരിത്രം പോലും അറിയണമെന്നാണ്. അത് സാധ്യമാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ അക്കാര്യം ചെയ്യുന്നതാണ്. നിലവിലുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ കാസ്വാൾ കുടുംബത്തിലെ ആദ്യത്തെ പ്രഭു എഡ്ഗാർ ആയിരുന്നു. ഈ കൊട്ടാരത്തിൻ്റെയും കുടുംബത്തിൻ്റെയും തലവനും അദ്ദേഹം തന്നെയായിരുന്നു. ജോർജ് മൂന്നാമൻ ബ്രിട്ടീഷ് ചക്രവർത്തി ആയിരുന്ന കാലത്താണ് എഡ്ഗാർ ഇവിടെ എത്തുന്നത്. അദ്ദേഹത്തിന് ഏകദേശം 24 വയസ്സ് പ്രായമുണ്ടായിരുന്ന ഒരു മകനുമുണ്ടായിരുന്നു. പിതാവും മകനും തമ്മിൽ ഒരിക്കലും സ്വരച്ചേർച്ചയുണ്ടായിരുന്നതുമില്ല. ഇവർ തമ്മിൽ രക്തരൂഷിതമായ കലഹങ്ങൾ പതിവായിരുന്നു. ആയതിൻ്റെ യഥാർത്ഥ കാരണം ഇന്നേ വരെ ആർക്കും അറിയുകയുമില്ല. എന്നാൽ ആ കുടുംബത്തിൻ്റെ ചരിത്രം പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാനാവുന്നത് ഈ കലഹങ്ങൾ വലിയ രക്തച്ചൊരിച്ചിലുകൾക്കിടയാക്കിയെങ്കിലും എല്ലാം വെറും ഉപരിപ്ലവങ്ങളായിരുന്നുവെന്നതാണ്.
അപ്പോൾ ഈ കലഹങ്ങളുടെ ആത്യന്തികമായ ഫലം എന്തായിരുന്നു എന്ന് വെച്ചാൽ, പിതാവുമായിട്ട് യാതൊരു തരത്തിലുള്ള അനുരഞ്ജനത്തിനും മുതിരാതെ, അദ്ദേഹത്തോട് പോലും പറയാതെ, പിതാവിന് ഒരു കത്ത് പോലും എഴുതി വയ്ക്കാതെ ഈ യുവാവ് കൊട്ടാരം വിട്ട് എവിടേക്കോ പോയി. അയാൾ പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നില്ല. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വിദേശത്ത് വെച്ച് തന്നെ ഈ യുവാവ് മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് പോലും ഇയാൾ തൻ്റെ പിതാവിന് ഒരു കത്ത് പോലും അയച്ചില്ല. വിദേശത്ത് വെച്ച് വിവാഹിതനായ ഇയാൾക്ക് ഒരു മകൻ ജനിച്ചെങ്കിലും തൻ്റെ കുടുംബചരിത്രം അയാൾ ഈ മകനിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു. ഈ മകനും പിതാവുമായി അത്ര നല്ല ബന്ധമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഈ മകനും വിവാഹിതനാവുകയും അയാൾക്കും ഒരു മകൻ ജനിക്കുകയും ചെയ്തെങ്കിലും ആ കുടുംബത്തിനും സന്തോഷമുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഓരോ തലമുറയിലെയും പിതാവും മകനും തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ആ കുടുംബത്തിൻ്റെ തന്നെ ഒരു ശാപമായിട്ട് വേണം കരുതാൻ. കാസ്വാൾ കുടുംബത്തിന് ഇങ്ങനെയൊരു അനന്തരാവകാശി ജീവിച്ചിരിപ്പുണ്ടെന്ന് പിന്നീട് മനസ്സിലാക്കിയത് ആ കുടുംബത്തിലെ വക്കീലിൻ്റെ മിടുക്കുകൊണ്ടാണ്. ഈ അനന്തരാവകാശിയും തൻ്റെ പൂർവികരുടെ കൊട്ടാരത്തിൽ ഏതാനും മാസങ്ങൾ മാത്രമാണ് തങ്ങിയത്. അതിനുശേഷം ഈ കുടുംബത്തിൻ്റെ ചരിത്രം വെറും പൈതൃക സ്വത്തിൻ്റെ കാര്യത്തിൽ മാത്രമായി ഒതുങ്ങിപ്പോയി. പിന്നീട് ഈ കുടുംബത്തിൻ്റെ ഒരു ശാഖയിലും ആൺമക്കളാരും ഉണ്ടായതുമില്ല. അപ്രകാരം കാസ്വാൾ കുടുംബത്തിൻ്റെ ഒരേ ഒരു പൈതൃകാവകാശിയായി അവിടുത്തെ ഏറ്റവും ഇളമുറക്കാരനായ ഈ യുവാവ് മാറി എന്നതാണ് സത്യം. ഈ കുടുംബത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തായിരുന്നുവെന്ന് എപ്പോഴും നിന്റെ മനസ്സിലുണ്ടായിരിക്കണം. അവിടുത്തെ ഓരോ അംഗങ്ങളും സ്വാർത്ഥരും അവിവേകികളും വരുംവരായ്മകളെക്കുറിച്ച് ചിന്തിക്കാത്തവരും കലാപകാരികളും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരുമായിരുന്നു. ദൈവവിശ്വാസം ലവലേശം പോലും അവർക്കില്ലായിരുന്നു. വിശ്വാസപരമായ പരിമിതികൾ കാരണം അവർ അവരുടെ നേട്ടങ്ങൾക്കായി എന്ത് കൊള്ളരുതായ്മ വേണമെങ്കിലും ചെയ്യുമായിരുന്നു. അതിൻ്റെ അനന്തരഫലങ്ങളാണ് അവർ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അവർ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ പാപഭാരം മറ്റുള്ളവരും അനുഭവിച്ചു പോന്നു. തലമുറകളായി ഈ വക ദുരന്തങ്ങൾ തുടരുന്നതിനാൽ അത് അവരുടെ കുടുംബത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ചരിത്രമായി അവശേഷിക്കുന്നു. ഏറ്റവും അത്ഭുതകരമായി തോന്നുന്നത് പൊതുജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായാലും അവരുടെ പാരമ്പര്യ സ്വത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല എന്നതാണ്. അവരുടെ സ്വഭാവം ക്രൂരവും ഭയപ്പെടുത്തുന്നതുമായിരുന്നു. ആ കുടുംബത്തിൽ ഒരാൾ പോലും മൃദുല ഹൃദയത്തിനുടമയായിരുന്നുവെന്ന് നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം പറയാനാവുന്നില്ല. സ്നേഹവും മൃദുല ഹൃദയവും അവർക്ക് ശീലമില്ലായിരുന്നു. പൗരാണിക റോമൻ രൂപങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് അവരുടെ പെയിൻറ്റിങ്ങുകളും ശില്പങ്ങളും. വലിയ കണ്ണുകളും കാക്കയുടെ നിറം പോലെ നല്ല കറുപ്പ് നിറമുള്ളതും ചുരുണ്ടതും നീളം കൂടിയതുമായ മുടിയും അസാമാന്യമായ പേശീബലം പ്രകടിപ്പിക്കുന്ന ശരീരവും അവരുടെ പ്രത്യേകതകളായിരുന്നു. കഴുത്തിനും താഴേക്ക് വളർന്നിറങ്ങുന്ന കറുത്തതും കട്ടികൂടിയതുമായ മുടിയും പേശീബലവും അവരുടെ ശരീരത്തിൻ്റെ കരുത്തും സഹനശക്തിയുമാണ് വിളിച്ചോതിയത്. എന്നാൽ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കാവുന്നത് കണ്ണുകളാണ്. നല്ല കറുപ്പ് നിറമാർന്ന ആ കണ്ണുകൾ ആരിലേക്കും തുളച്ചു കയറുന്നതും സഹിക്കാനാവാത്തതുമാണ്. അവരുടെ കരുത്തിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ആ കണ്ണുകളെങ്കിലും ദയാർദ്രമായി യാതൊന്നും അതിലുണ്ടായിരുന്നില്ല. ഭാഗികമായി വംശീയപരവും ബാക്കി പകുതി അവരുടെ തന്നെ ഇച്ഛാശക്തിയും പ്രകടിപ്പിക്കുന്നവയുമായിരുന്നു ഭീതിപ്പെടുത്തുന്ന ആ കണ്ണുകൾ. ജന്മസിദ്ധമായി അവർക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും ദുരൂഹമായ ഒന്ന്, ആരെയും നിർവീര്യമാക്കാൻ കഴിയുന്ന, ആരെയും വശീകരിക്കാൻ കഴിയുന്ന ഒന്ന്. ആ കണ്ണുകളിലേക്ക് നോക്കുന്ന ഏതൊരാളിൻ്റെയും ശക്തി ആ നിമിഷം തന്നെ ചോർന്നു പോകുന്നു. പ്രതിരോധിക്കുവാനുള്ള ആഗ്രഹം തന്നെ ഇല്ലാതാകുന്നു. എല്ലാ ഇന്ദ്രിയങ്ങളെയും അത് നിശബ്ദമാക്കുന്നു. ആജ്ഞാശക്തിയുള്ള ആ കണ്ണുകളെ പ്രതിരോധിക്കാൻ അസാമാന്യം മനക്കരുത്തുള്ളവർക്കേ കഴിയൂ. അതം, നീ ഇപ്പോൾ കരുതുന്നത് ഈ കഥകളെല്ലാം എൻ്റെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞതാണെന്നായിരിക്കും. പ്രത്യേകിച്ചും അവരിൽ ഒരാളെ പോലും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് അതങ്ങനെ തന്നെ ആയിരിക്കാം. എന്നാൽ എൻ്റെ ഭാവനകൾക്ക് അടിസ്ഥാനം അവരെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനം തന്നെയാണ്. വിചിത്രമായ ഈ വംശത്തെക്കുറിച്ചുള്ള പഠനത്തിനായി ഞാൻ എൻ്റെ സമ്പത്തും സമയവും ആവശ്യത്തിലധികം ചെലവഴിച്ചിട്ടുണ്ട്. ഇത്രയും വിചിത്രവും ദുരൂഹതകളും നിറഞ്ഞ വ്യക്തിത്വത്തിനുടമകളായിരുന്ന ഈ വംശത്തിലെ എല്ലാ മനുഷ്യരും ഏതെങ്കിലും തരത്തിൽ പിശാച് ബാധിതരായിരുന്നുവെന്ന് എങ്ങനെ പറയാതിരിക്കാനാവും? ഈ വംശത്തിലെ ചില വ്യക്തികളെങ്കിലും മുൻകാലങ്ങളിൽ പിശാചുക്കളുമായി കൂടുതൽ താതാത്മ്യം പ്രാപിച്ചിരുന്നുവെന്ന് എങ്ങനെ പറയാതിരിക്കാനാവും? ഇനിയും നമുക്ക് കിടക്കാൻ പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. നാളെ നമുക്ക് വീണ്ടും കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ നിന്റെ തലച്ചോറ് കൂടുതൽ വ്യക്തതയുള്ളതും ഉത്സാഹഭരിതവുമായിരിക്കണം. മാത്രവുമല്ല, നീ എൻ്റെ കൂടെ പ്രഭാത സവാരിക്കുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ സമയത്ത് മനസ്സ് തെളിഞ്ഞതായിരിക്കും. കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനാവും. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച്, നിന്റെ മുത്തച്ഛൻ്റെ കൈവശത്തിലുള്ളത് മാത്രമല്ല അതിനും ചുറ്റുമുള്ള പ്രദേശങ്ങളുടെയും പ്രത്യേകതകളെക്കുറിച്ച്
നീ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. നമ്മുടെ ഉള്ളിലേക്ക് വെളിച്ചം വീശാൻ ഉതകുന്ന വിധം നിരവധി കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകാം. തുടക്കത്തിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് ഈ വിഷയത്തിൽ ആഴത്തിലുള്ള പഠനത്തിന് നമുക്ക് സഹായം ചെയ്തേക്കും. അതാകട്ടെ നമ്മുടെ കാഴ്ചപ്പാടിനെ വിപുലമാക്കുകയും ചെയ്യും.